ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററാണ് ടിഷ്യൂസ് ആൻഡ് അതർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂസ് ആൻഡ് അതർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ എവിടെയാണ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ അതിൻ്റെ പൊസിഷൻ ഈ ജീവി ലോകത്ത് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതായത് അവർക്കൊരു അഡ്രസ്സ് ഞാൻ ആ ക്ലാസ്സിലേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി ഇതിനെ പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ. എങ്ങനെയാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജീവിക്കുന്നവരെങ്ങനെ ശ്വസിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിനി അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ ടിഷ്യൂ പറയുന്നതിനേക്കാളും മുന്നേ നമുക്കറിയാം എന്താണ് ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എൻ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. ഈ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് എന്താണ്? ഒരു സെല്ലാണ്. ഒറ്റ സെല്ലിൽ നിന്നാണ് നമ്മൾ ഈ കണ്ട രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ ഒറ്റ സെല്ലിൽ നിന്നാണ് ഓരോ ചെടിയും രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂസ്. അതേപോലെ ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടായിട്ടുള്ളത്. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ഓർഗൻസ്. ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ദഹിക്കുന്ന ആ ഒരു പ്രോസസ്സുകൾ പല ഓർഗൻസ് അവിടെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ലാസ്റ്റ് എന്ത് വരിക? ഓർഗാനിസം ആവുക അല്ലെങ്കിൽ ഒരു ജീവി ആവുന്നത് ഏറ്റവും ലാസ്റ്റ്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു ലെവൽ പോകുന്നത്. ഒരു സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്കതിൽ ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പ്ലാന്റ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. എന്താണ്? ഓരോന്നും കൃത്യമായിട്ട് ഏതാണ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം നമുക്ക് എന്താണ് സെല്ലെന്ന് നോക്കാം. സെൽ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. അതായത് ജീവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകമാണ് എന്ത്? സെല്ലെന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്ത് പറയുക? ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് ടിഷ്യൂസിനെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്ലാന്റ് ടിഷ്യൂസ് പറയുമ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് 2 ടൈപ്പാണുള്ളത്. പ്ലാന്റ് ടിഷ്യൂസ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും 2 പെർമനൻറ്റ് ടിഷ്യൂസും. ഏതൊക്കെയാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് ടിഷ്യൂസ്. പ്ലാന്റ് ടിഷ്യൂസിനെ ആദ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനൻറ്റ് ടിഷ്യൂസും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ട്, വളരാനുള്ള കഴിവുണ്ട്. പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? വളരാനുള്ള കഴിവില്ല. അവർ പെർമനൻ്റ് ആയി, അവരവിടെ സ്ഥിരമായി, ഇനി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനമില്ല. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പിന്നെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പിന്നെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർ കാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർ കാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ റൂട്ടിൻ്റെയും അതേപോലെ തന്നെ തണ്ടിൻ്റെ ഷൂട്ടിൻ്റെയും ഒക്കെ ടിപ്പിലാണ് കാണുന്നത്. റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റാണ് എന്ത്? അപ്പിക്കൽ മെരിസ്റ്റം. അപ്പോൾ അതെന്തിനായിരിക്കും? റൂട്ടും ഷൂട്ടും, അതായത് ചെടി നീളം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റാണ് എന്ത്? അപ്പിക്കൽ മെരിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർ കാലറി മെരിസ്റ്റം. ഇൻ്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ ഇൻ്റർ നോട്ട്സിലാണ് കാണുക. ഇൻ്റർ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുള കണ്ടിട്ടില്ലേ? മുളയിൽ ഇങ്ങനെ റൗണ്ട് ഓരോ എന്താ പറയുക, ഓരോ വെട്ട് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അവിടെ നിന്നാണ് എന്തുണ്ടാവുക? പുതിയ ഇലകൾ മുളച്ച് വരുന്നത്. അതിനെയാണ് ആ വെട്ടുള്ള ഭാഗത്തിനെയാണ് നോഡ് എന്ന് പറയുക. 2 നോഡുകൾക്ക് ഇടയിലുള്ള ഭാഗമാണ് ഇൻ്റർ നോഡ്. ഇപ്പോൾ തെങ്ങിലൊക്കെ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇലകൾ ഉണ്ടാവുന്ന ആ ഭാഗമാണ് എന്ത്? നോഡെന്ന് പറയുന്നത്. എവിടെ നിന്നാണോ തണ്ടുമ്പോൾ തുടങ്ങുന്നത് അതിനെയാണ് നോഡെന്ന് പറയുക. 2 നോഡുകൾക്കിടയിലുള്ള ഭാഗത്തിനെയാണ് ഇൻ്റർ നോഡ് എന്ന് പറയുക. ഈ ഇൻ്റർ നോഡിൽ കാണപ്പെടുന്ന മെരിസ്റ്റാണ് എന്ത്? ഇൻ്റർ കാലറി മെരിസ്റ്റം. അതും ഇതുപോലെ തന്നെ എന്താണ്? ലെങ്ത്ത് കൂട്ടാനായിട്ട്, തണ്ടിൻ്റെ അല്ലെങ്കിൽ തണ്ടിൻ്റെ നീളം കൂട്ടാനായിട്ടാണ് അത് സഹായിക്കുന്നത്.
ഇനി അടുത്ത മെരിസ്റ്റമാണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ചെടിയുടെ തണ്ടിൻ്റെയൊക്കെ സൈഡിലാണ് കാണാം. സൈഡിൽ കാണുമ്പോൾ അതിങ്ങനെ വണ്ണം കൂട്ടാനായിട്ട്, ഗർത്ത് കൂട്ടാനായിട്ടാണ് അത് സഹായിക്കുന്നത്. ഇതാണ് 3 ടൈപ്പ് മെരിസ്റ്റംസ്: അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അടുത്തതാണ് എന്ത്? പെർമനന്റ് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കഴിഞ്ഞു അല്ലേ? പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിനെ പിന്നെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പെർമനന്റ് ടിഷ്യൂസിനെ പിന്നെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും. സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. സിമ്പിൾ ടിഷ്യൂസിനെ, അതായത് സിമ്പിൾ ഒരു ടൈപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളവരാണ് ആര്? സിമ്പിൾ ടിഷ്യൂസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരൻ കൈമ. പാരൻ കൈമ എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള സെല്ലുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളവർ. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ടിഷ്യൂ. പലതരം സെല്ലുകൾ കൂടി ചേർന്നുള്ള ടിഷ്യൂസിനെയാണ് എന്ത് പറയുക? കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയാം. സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടിഷ്യൂസിലെ എല്ലാ സെല്ലുകളും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ടിഷ്യൂസിൻ്റെ എക്സാമ്പിളുകളാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഇനി കോളൻ കൈമ എന്ന് പറയുന്നത് ഇങ്ങനെ പോളിഗൺ ആകൃതിയിൽ 5-6 സൈഡൊക്കെ ആയിട്ട് പോളിഗൺ ആകൃതിയിൽ കാണപ്പെടാം. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ പാരൻ കൈമ എന്ന് പറയുന്നത് പോളിഗൺ ആകൃതിയിൽ കാണപ്പെടാം. അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ട് പാരൻ കൈമ കാണപ്പെടാം. ഇനി പാരൻ കൈമ എന്താണ്? ഫുഡ് സ്റ്റോറേജ് ആണ് അതിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്യുക, ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് സഹായിക്കുന്നത്. രണ്ടാമത്തത് കോളൻ കൈമ. കോളൻ കൈമ എന്ന് പറയുന്നത് ഒരു പോളിഗൺ ആകൃതിയിലാണ് കാണപ്പെടുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ടിഷ്യൂസിൻ്റെ കോർണേഴ്സിൽ തിക്നെസ് കൂടുതലായിരിക്കും. കോളൻ കൈമ എന്ന് പറയുന്ന ടിഷ്യൂസിൻ്റെ കോർണേഴ്സിൽ തിക്നെസ് കൂടുതലായിരിക്കും. ഇനി ഇതാണ് പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ നമ്മൾ തെങ്ങോളൊക്കെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടില്ലേ? ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് കോളൻ കൈമ ടിഷ്യൂസാണ്. ഇനി അടുത്താണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് ആ സെൽസിൻ്റെ പ്രത്യേക ഒരു ഷേപ്പിനൊന്നും പറയാനില്ല, പക്ഷെ ആ സെൽസിൻ്റെ പുറത്ത് കട്ടി കൂടുതലായിരിക്കും. അതായത് ഡെഡ് സെൽസിൽ അല്ലെങ്കിൽ എന്താണ് കേടുപറ്റിയ തടികളിലൊക്കെയാണ് സ്ക്ലീറൻ കൈമ സെൽസ് കാണപ്പെടുന്നത്. ഇതാണ് 3 ടൈപ്പ് സിമ്പിൾ ടിഷ്യൂസ്: പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഇനി രണ്ടാമത്തെ പെർമനന്റ് ടിഷ്യൂ ആണ് എന്ത്? കോംപ്ലക്സ് ടിഷ്യൂ. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ പലതരം സെൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ള ടിഷ്യൂസാണ് എന്ത്? കോംപ്ലക്സ് ടിഷ്യൂസ്. അതിന് എക്സാമ്പിളാണ് സൈലോ, ഫ്ലോയോ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സൈലം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണത്? ചെടികളിലേക്ക് വേണ്ട വെള്ളവും അതുപോലെ തന്നെ ലവണങ്ങളും, വാട്ടർ ആൻഡ് മിനറൽസ് വേരുകളിൽ നിന്ന് വലിച്ചെടുത്ത് ഇലകളിലെത്തിക്കുന്ന ടിഷ്യൂസാണ് സൈലം എന്ന് പറയുന്നത്. ഇനി ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂസ് എന്താ ചെയ്യണേ? ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂസ് ഇലകളിൽ നിർമ്മിച്ചിട്ടുള്ള ആഹാരം ആ ഒരു സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് ബോഡി, അവിടേക്ക് ഫുഡ് കൊണ്ടുപോകുന്ന സെൽസാണ് ഫ്ലോയം സെൽസ്. പിന്നെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൈലത്തിന് 4 തരം സെല്ലുകൾ കൊണ്ടാണ് സൈലം ഉണ്ടായിട്ടുള്ളത്. സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്, ട്രക്കീഡ്സ്, വെസൽസ്. ഇതും 4 തരം സെല്ലുകളാണ്. ആ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? സൈലം എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഫ്ലോയം ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്, സീവ് സെൽസ്, കമ്പാനിയൻ സെൽസ്, അങ്ങനെ 4 ടൈപ്പ് സെൽസ് കൊണ്ടാണ് ഈ ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുക? കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു തിയറി നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് ടിഷ്യൂസ് മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്കൊരു തിയറി നോക്കാനുള്ളത് ട്യൂണ കോർപ്പസ് തിയറി. ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെജിറ്റേറ്റീവ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോർമലി മുളച്ച് വരുന്ന ഒരു ഷൂട്ട്, അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴിയല്ല, അതല്ലാത്ത നോർമൽ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുന്ന ഒരു ഷൂട്ട്.
ആ ഷൂട്ടിൽ 2 തരം ടിഷ്യൂസ് കാണപ്പെടാം, അല്ലെങ്കിൽ 2 സോണുകൾ ഉണ്ടായിരിക്കും. മുകളിലുള്ള സോണിനെയാണ് ട്യൂണിക്ക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാറ്ററലായിട്ട് അല്ലെങ്കിൽ പെരിഫറലായിട്ട് കാണപ്പെടുന്ന സോണാണ് കോർപ്പസ് എന്ന് പറയുന്നത്. ട്യൂണിക്ക എന്ന് പറയുന്ന സോണിലുള്ള ടിഷ്യൂസാണ് നീളം വയ്ക്കാൻ സഹായിക്കുക. കോർപ്പസ് എന്ന് പറയുന്ന സോണിലുള്ള ടിഷ്യൂസാണ് ആ ചെടിയുടെ വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുക. ഇത് രണ്ടിൻ്റെയും എന്താണ് സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെടിക്ക് വളർച്ച സാധ്യമാകുന്നത്. ഇതിനെയാണ് എന്താ പറയുക, ട്യൂണിക്ക കോർപ്പസ് തിയറി. അതായത് ഒരു ഷൂട്ടിൻ്റെ ടിപ്പിൽ ട്യൂണിക്ക സോണും അതിൻ്റെ സൈഡുകളിൽ കോർപ്പസ് സോൺ ഉണ്ടായിരിക്കും. ട്യൂണിക്കയാണ് നീളം വയ്ക്കാൻ സഹായിക്കുക, കോർപ്പസ് ആണ് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുക. ഇതാണ് ട്യൂണിക്ക കോർപ്പസ് തിയറി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആനിമൽ ടിഷ്യൂസാണ്. ആനിമൽ ടിഷ്യൂസ് മെയിനായിട്ട് 4 ടൈപ്പിലാണുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഇങ്ങനെ 4 ടൈപ്പ് ടിഷ്യൂസാണ് നമുക്ക് ആനിമൽസിലുള്ളത്. ഇനി ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് പ്രൊട്ടക്ഷന്, നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ സഹായിക്കുന്നത് എന്താണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ സപ്പോർട്ടാണ്, നമുക്ക് ബോഡിക്ക് സപ്പോർട്ട് തരും, ബോണ് മസിൽസൊക്കെ പോലെ സപ്പോർട്ട് തരുന്നതാണ് എന്ത്, കണക്റ്റീവ് ടിഷ്യൂ. ഇനി മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കോമോഷൻ, നമ്മുടെ ബോഡീനെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, മസ്കുലാർ ടിഷ്യൂ വേണം. നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് കോർഡിനേഷൻ, അതേപോലത്തെ കോർഡിനേഷൻ ഓഫ് ബ്രെയിൻ, അതായത് ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം, അതിനൊരു നല്ലൊരു കോർഡിനേറ്റർ വേണം. ആ കോർഡിനേറ്ററാണ് ആര്, നെർവ്സ്. അപ്പം നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബോഡിയുടെ മൊത്തം കോർഡിനേഷൻ, ബ്രെയിനിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോർഡിനേഷൻ. അപ്പോൾ അതാണ് നമ്മളെ കൺട്രോള് ചെയ്യുന്നത്. ഇത് 4 നമ്മുടെ ആനിമൽ ടിഷ്യൂസ്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂസ് തന്നെ പലതരത്തിലുണ്ട്. നമുക്കത് അതിൻ്റെ ഫങ്ഷൻ അങ്ങനെയൊന്നും പഠിക്കണ്ട, പേര് പഠിക്കുക, എവിടെ കാണണമെന്നൊന്ന് പഠിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം കാണാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിലുള്ള എയർ സാക്സ്, നമ്മുടെ ലങ്സിൽ ഇങ്ങനെ എയർ ബോളുകൾ പോലെ അല്ലെങ്കിൽ ബലൂൺസ് പോലൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ പൊതിഞ്ഞിട്ടാണ് എന്ത് കാണുക, സ്ക്വാമസ് എപ്പിത്തീലിയം കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചീക്ക് ഇതുണ്ടല്ലോ, ആ ചീക്കിലൊക്കെ കാണപ്പെടുന്ന കവിളിൻ്റെ ഉൾഭാഗം, അതൊക്കെ എന്താണ്, സ്ക്വാമസ് എപ്പിത്തീലിയാണ്. രണ്ടാമത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. രണ്ടാമത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് എന്ത്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇതെവിടെയാണ് കാണുക വെച്ച് കഴിഞ്ഞാൽ സലൈവറി ഗ്ലാൻഡ്, നമ്മുടെ വായുവിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്, ആ സലൈവറി ഗ്ലാൻഡ്, അതുപോലെ പാൻക്രിയാസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡക്റ്റിൽ, അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവം കുറച്ച് എൻസൈംസുകളെ പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നുണ്ട്, കുടലിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഴലിൽ, അതേപോലെ സലൈവറി ഗ്ലാൻഡിൻ്റെ കുഴലുകളിലൊക്കെയാണ് എന്ത് കാണുക, ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണാം. ഇനി സീലിയേറ്റഡ് എപ്പിത്തീലിയം, മൂന്നാമത്തെയാണ് എന്ത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം. അത് കാണുന്നത് കിഡ്നി ട്യൂബ്യൂൾസിൻ്റെ ചുറ്റുമാണ്. കിഡ്നി ട്യൂബ്യൂൾസ് എന്ന് പറയുമ്പോൾ ഓരോ കിഡ്നിയിലും ആയിരക്കണക്കിന് നെഫ്രോണുകളുണ്ട്, ഇങ്ങനെ ട്യൂബ് പോലെ. അപ്പോൾ അതിൽ നിന്നാണ് അരിച്ചെടുത്തിട്ട് യൂറിൻ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വിടുന്നത്. ആ ഓരോ ട്യൂബ്യൂൾസുകളെയും പൊതിഞ്ഞിട്ടാണ് എന്ത് കാണുന്നത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത്. ഇനി അടുത്തതാണ് എന്ത്, കോളുംനാർ എപ്പിത്തീലിയം. കോളുംനാർ എപ്പിത്തീലിയം സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, അത് ആമാശയം, കുടൽ, അതിൻ്റെയൊക്കെ ഉള്ളിലെ ലൈനിങ് ആയിട്ടാണ് കോളുംനാർ എപ്പിത്തീലിയം കാണുന്നത്. ലാസ്റ്റത്തെയാണ് എന്ത്, സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം. സീലിയേറ്റഡ് ആണ് കോളുംനാർ എപ്പിത്തീലിയം. അത് കാണപ്പെടുന്ന എവിടെയാണ്, നമ്മുടെ ട്രക്കിയയിലാണ്. ട്രക്കിയ എന്ന് പറയുമ്പോൾ എവിടെയാണ്, ശ്വാസനാളത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സീലിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ചെറുതായി സീലിയാസ് കാണും. നമ്മൾ ശ്വാസകോശത്തിലേക്ക് എന്തെങ്കിലും പോകുമ്പോഴൊക്കെ എന്താണ്, തട്ടി പുറത്തേക്ക് വരണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടായിരിക്കും അത് അവിടെ കാണണേ, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് കോമൺ ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസ് 4 ടൈപ്പ് ഉണ്ട്, എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, നെർവസ്. ഇനി അതിലാണ് എപ്പിത്തീലിയം പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സീലിയേറ്റഡ് എപ്പിത്തീലിയം,
കോളുംനാർ എപ്പിത്തീലിയം, സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം. നെക്സ്റ്റ് വരുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസ് മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ടിഷ്യൂസ്, സപ്പോർട്ടിംഗ് ടിഷ്യൂസ്, ഫ്ലൂയിഡ് ടിഷ്യൂസ്. പ്രോപ്പറായിട്ട് വരുന്നത്, അതുപോലെ സപ്പോർട്ടായി ഫങ്ഷൻ വരുന്നത് ഫ്ലൂയിഡ്. പ്രോപ്പർ ടിഷ്യൂസാണ് ആരിയോളാർ, അഡിപ്പോസ്, ഫൈബറസ്. അഡിപ്പോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തൊലിയുടെ അടിയിൽ ഉള്ള സെല്ലുകൾ, ടിഷ്യൂസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ മൂന്നെണ്ണമാണ് പ്രോപ്പർ കണക്റ്റീവ് ടിഷ്യൂസ് വരുന്നത്. ഒന്ന് ഏതാണ്? ആരിയോളാറ്, അഡിപ്പോസ്, ഫൈബറസ്. സപ്പോർട്ടിങ് ടിഷ്യൂസ് മെയിൻലി രണ്ടെണ്ണമാണുള്ളത്, കാർട്ടിലേജും ബോണും. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ബോണിനെ പോലെ കട്ടിയില്ലാത്തതാണ്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാർട്ടിലേജുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ചെവിയിലുള്ള എല്ലെന്ന് പറയാൻ പറ്റില്ല, അതെന്താണ്? അത് തരുണാസ്ഥിയാണ്, കാർട്ടിലേജാണ്. മൂക്കിലുള്ളത് ഇതൊക്കെ എന്താണ്? ഈ കാർട്ടിലേജാണ്. അപ്പോൾ പല ഭാഗങ്ങളിലുണ്ട് കാർട്ടിലേജ്. അപ്പോൾ ആ കാർട്ടിലേജും പിന്നെ നമ്മുടെ ബോണുമാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. നമ്മൾ ആലോചിച്ചാൽ മതി, എന്താണ്? നമുക്ക് കുറേ മസിലുണ്ട്, കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ, അസ്ഥികൂടത്തിൻ്റെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമ്മൾക്കൊരു ഷേപ്പ് ഉണ്ടാവില്ല, നിൽക്കാനും നടക്കാനും ഒന്നിനും പറ്റില്ല. ഇനി ബോൺ തന്നെ എന്താണ്? രണ്ട് ടൈപ്പ് ഉണ്ട് ബോണുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടിംഗ് ടിഷ്യൂസ് വരുന്നത്. ഒന്ന് ഏതാണ്? ഫ്ലൂയിഡും ബോഡിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലഡും ലിംഫും. ഇത് തന്നെയാണ് ഫ്ലൂയിഡ് ടിഷ്യൂസ് ആയിട്ട് വരുന്നത്, ബ്ലഡും ലിംഫും. അപ്പോൾ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും, അതിൻ്റെ ഡിഫറൻസിയേഷൻസ്, ഫങ്ഷൻസ്, ഇത്രയുള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ. അപ്പോൾ കൃത്യമായിട്ടും ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ലോണം വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.